ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഹരേ ശരണമയ്യപ്പ. ശ്രീ ഗുരുഭ്യോ നമ. ഹരേ. എല്ലാ സജ്ജന ശ്രേഷ്ഠന്മാർക്കും നൂറായിരം സ്നേഹാശംസകൾ. വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി ഈ ഭാരതത്തിൽ ഒരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്ങും എവിടെയും കാവ്യവൽക്കരണവും ഹിന്ദുത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൈന്ദവീയ സംസ്കൃതി അങ്ങ് ഡൽഹി ചെങ്കോട്ട മുതൽ നമ്മളെ അടുത്ത പഞ്ചായത്ത് വാർഡ് തലം വരെ ഒരു വികസന തത്വസംഹിത സമസ്ത മേഖലകളിലും പുരോഗതിയിൽ നിന്നും പുരോഗതി, സയൻസ് ആൻഡ് ടെക്നോളജി, അൾട്രാ മോഡേൺ സയൻസ്, അങ്ങനെ എല്ലാ രംഗത്തും സാമ്പത്തിക രംഗത്തെ ഒരു കുതിച്ചു കയറ്റം. ഈ സന്ദർഭത്തിൽ നമുക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല. 7000 മാക്മുളർ പറയുന്നു, 7000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഋഗ്വേദ സംസ്കൃതി ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളതാണ് ന്യൂജനിൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് വ്യക്തവും കൃത്യവും ബുദ്ധിക്കും യുക്തിക്കും അവനവൻ്റെ കോമൺ സെൻസിനും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ വേദങ്ങളെയും ഈ ഉപനിഷത്തുക്കളെയും ഈ ഭാഗവതത്തെയും ഈ ബ്രഹ്മസൂത്രത്തെയും ഈ ഭഗവത്ഗീതയെയും മക്കൾക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ സംസ്കൃതിയും നമ്മളെയും അവർ ഗെറ്റ് ഔട്ട് പറയും. അപ്പോൾ ഈ സംസ്കൃതി നെഞ്ചോട് ചേർക്കാൻ എന്താ ഒരു ട്രിക്ക്? AI-ക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ. കാരണം നമുക്കറിയാം, സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ്. നിങ്ങളിപ്പോൾ ഇത് അറിയുന്നതും സോഷ്യൽ മീഡിയകളിലൂടെയാണ്. ഈ സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടം ഹൈന്ദവ സംസ്കൃതിക്ക് ഇത് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഫ്രൂട്ട്ഫുള്ളാക്കി മാറ്റാൻ സാധിക്കും. കാരണം ഇത് ശാസ്ത്രത്തിനും യുക്തിക്കും അൾട്രാ മോഡേൺ സയൻസിനും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. മാത്രവുമല്ല, ഈ 7000 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന അവിടെ നിന്നും 10000-ലധികം ഇരട്ടി സൗകര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വികസിച്ചു, വർദ്ധിച്ചു. 10000 ഇരട്ടി. അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. പറ്റുമോ? ഇല്ല. പണ്ടൊക്കെ തീ കത്തിച്ചിട്ടാണ് അടുപ്പിൽ, ഇപ്പോഴോ ഗ്യാസ്. പണ്ട് ഫോണില്ല, ഇപ്പോൾ പട്ടിയുടെ വാലിൻ്റെ തുമ്പത്ത് പോലും ഫോൺ. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ അറിയുക പോലും ഇല്ല. പിന്നെ പത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ 24 മണിക്കൂറിന് ശേഷമാണ്. ഇപ്പോൾ സെക്കൻഡിൽ നമ്മുടെ കയ്യിലെത്തുന്നു. പണ്ടൊന്നും വൈദ്യുതി ഇല്ല, ഇപ്പോൾ വൈദ്യുതി വന്നു. പണ്ടൊക്കെ കിണറിന്ന് വെള്ളം കോരണം, ഇപ്പോൾ വെള്ളം കോരും വേണ്ട, ഒന്നും വേണ്ട, സ്വിച്ച് ഓൺ ചെയ്താൽ മതി. അങ്ങനെയുള്ള യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ശ്രദ്ധിക്കൂ,
6500 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യൻ അനുഭവിച്ചിരിക്കുന്ന ജീവിത ദുഃഖങ്ങൾക്ക് 6000 കോടി ഇരട്ടി ജീവിത ദുഃഖമാണ് ഇന്ന് ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹം അനുഭവിക്കുന്നത്. സോഷ്യൽ മീഡിയകളുടെയും വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പിൻ്റെ കീഴിലുള്ള സമസ്ത രംഗവും നമ്മളെ ദുഃഖ ദുരിതത്തിൽ മുങ്ങിപ്പൊങ്ങുകയാണ്. ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കുക. ഓരോ വ്യക്തിയും അവനവൻ്റെ ഉള്ളിലെ ജീവിതത്തെ അരി തിളച്ചു പൊങ്ങുന്നത് പോലെ, കടലിൽ തിരമാലയടിക്കുന്നത് പോലെ ദുഃഖ ദുരിതങ്ങൾ അന്ന് വേദകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 10000 ഇരട്ടി വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ നിരിന്ധന ഇവാനില കത്തിക്കരിഞ്ഞ വൈക്കോലുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ഒരൊറ്റ ഊതലിന് നമുക്ക് പറപ്പിച്ച് കളയാം. അതിനെന്ത് ചെയ്യണം? ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം നമുക്കറിയാം. ഋഷീശ്വരന്മാരിൽ 93% ഗൃഹസ്ഥാശ്രമികൾ ആയിരുന്നു. അപ്പോൾ ഗൃഹസ്ഥാശ്രമ നിർബന്ധ ധർമ്മമാണ് 3 ഋണം: പിതൃഋണം, ദേവഋണം, ഋഷിഋണം. പിതൃഋണം വെച്ചാൽ വൈദിക സംസ്കൃതി നിലനിർത്തുന്ന ആത്മാന്വേഷണത്തിൻ്റെ അദ്വൈത വേദ സിദ്ധാന്തത്തെ പഠിക്കുക, പ്രചരിപ്പിക്കുക, പോഷിപ്പിക്കുക. പിന്നെ ഋഷിഋണം, ഈ സംസ്കാരം പഠിക്കുക, പ്രചരിപ്പിക്കുക. പിന്നെ പിതൃഋണം, ഗൃഹസ്ഥാശ്രമധർമ്മം, വിവാഹം കഴിക്കുക, അതിൽ സന്തതി പരമ്പരകളെ സൃഷ്ടിക്കുക. ഇതിന് മഹാഗൃഹസ്ഥനായ കൃഷ്ണൻ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ അവശ്യം പാലിക്കേണ്ട ചില കാര്യങ്ങൾ. ആരാണ് ഉത്തമയായ ഭാര്യ? ആരാണ് ഉത്തമനെന്ന ഭർത്താവ്? ഇത് ശ്രീമദ് ഭാഗവതത്തിലൂടെ മഹാഗൃഹസ്ഥനായ കൃഷ്ണൻ നമ്മളോട് പറയുന്നത്. ആ ജീവിതം എങ്ങനെ സന്തോഷ സംതൃപ്തമായി കൊണ്ടു നടക്കാമെന്ന് ഭഗവത്ഗീതയിലൂടെ കൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് നല്ല ഒരു കഥയുമായി തുടങ്ങാം. 3ാം സ്കന്ധത്തിലാണ് ഈ കഥ. പ്രചേതസിൻ്റെ പുത്രനായ ദക്ഷന് ദിതി എന്നു പേരായ ഒരു പുത്രി ഉണ്ടായിരുന്നു. മരീചി പുത്രനായ കാശ്യപമുനിക്ക് ഈ ദിതിയെ വിവാഹം ചെയ്ത് നൽകുന്നു. ഇവിടെ വിവാഹം ചെയ്തിട്ടാണ് വിവാഹം. അപ്പോൾ ശ്രദ്ധിക്കണം, ദിതി വിവാഹം. ദിതി നമ്മുടെ കാശ്യപനെ വിവാഹം സ്വയം വരിക്കുകയാണ്. അതാണ് സ്വയംവരം. കാശ്യപൻ ദിതിയെ സ്വയം വരിക്കുകയാണ്. പരപ്രേരണയില്ലാതെ അവനവൻ്റെ ആഗ്രഹത്തിന് ഒത്ത് വിവാഹം ഞാൻ സ്വയം ചെയ്യുന്നു. എന്താണ് ഈ സംസ്കാരം? ഇതാണ് ഹൈന്ദവ സംസ്കാരം. ഇതാണ് വിവാഹം. ഇതാണ് മംഗളം. ഇതാണ് മലബാറിലൊക്കെ മംഗലം എന്ന് പറയുന്നു. മംഗളം എന്നുള്ളത് ചുരുങ്ങിയിട്ടാണ്. അപ്പോൾ ഇത്രയും സ്വാതന്ത്ര്യമുള്ള അഭീഹി ഇത് വേദാന്തദിണ്ടിമാഹ,
ഇതാണ് വേദങ്ങളുടെ പെരുമ്പറഘോഷം. എന്ത്? സർവത്ര സ്വതന്ത്രമാണ്. ശരണമയ്യപ്പ. സ്വതന്ത്രനായി ജനിക്കുന്നു, സ്വതന്ത്രനായി വളരുന്നു, സ്വതന്ത്രമായി ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തുന്നു, സ്വതന്ത്രമായി അവനവൻ്റെ ഈശ്വരീയതയെ പൂജിക്കുന്നു, സ്വതന്ത്രമായി അവൻ മൃത്യോർമാം അമൃതംഗമയ അമൃതത്വത്തിൻ്റെ പുത്രനായി ജനിച്ച് അമൃതത്വമായി വളർന്ന് അമൃതത്വത്തിലോട്ട് ലയിച്ചു ചേരുന്നു. ഈ സ്വാതന്ത്ര്യം. അപ്പോൾ സ്വന്തമായി ഒരു കാറ് മേടിക്കുന്നു, ഇഷ്ടമുള്ളൊരു കാറ് മേടിക്കുന്നു, ഇഷ്ടമുള്ളൊരു വീട് വെക്കുന്നു, ഇഷ്ടമുള്ള കോഴ്സിന് ചേരുന്നു, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നു, ഇതുപോലെ ഇഷ്ടമുള്ള സ്ത്രീയെ വിവാഹം ചെയ്യുന്നു, ഇഷ്ടമുള്ള പുരുഷനെ സ്വയം വരിക്കുന്നു, ഇഷ്ടമുള്ള ദേവീദേവ സങ്കല്പത്തിലൂടെ ജീവിതയാത്ര തുടരുന്നു. ഇത് മധുരമാണ് എൻ്റെ ഈ ഹൈന്ദവ സംസ്കൃതി. ഇതല്ലേ മധുരം? ഈ മധുരത്തെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. എന്ത്? മഹനീയമാണ്, പുണ്യമാണ്, ശ്രേഷ്ഠമാണ്, ധന്യമാണ് എൻ്റെ ഹിന്ദു സംസ്കൃതി എന്ന് അവരെ പഠിപ്പിക്കണം. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ദിദിക്ക് സന്ധ്യാസമയത്ത് ഒരു ചെറിയ ലൈംഗിക ചിന്ത. ഹൈന്ദവ സംസ്കൃതിയിൽ ലൈംഗികതയ്ക്ക് പോലും കാമശാസ്ത്രം അത് ശാസ്ത്രീയമായി നിഷേധിക്കാതെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്യുകയാണ്. അത് വാത്സ്യായന ഋഷി സത്യസാക്ഷാത്കാരം. ഏത്? ലൈംഗികതയിലൂടെ യാത്ര ചെയ്ത് സത്യസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന ശാസ്ത്രത്തിൻ്റെ പേരാണ് കാമശാസ്ത്രം. അപ്പോൾ ഹിന്ദുവിന് ഇതും സൗന്ദര്യാത്മകമായ സുഗന്ധപൂരിതമായ ശാസ്ത്രമാണ്. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് സർവത്ര വർജിക്കേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ കാശ്യപമുനിയുടെ പത്നി എപ്പോഴും ഭാരതീയ സംസ്കൃതിയിൽ പത്നി കൂട്ടത്തിൽ വേണം. യാഗങ്ങൾക്കും ബലികൾക്കും പൂജകൾക്കും കർമ്മങ്ങൾക്കും സർവത്തിനും പത്നി കൂട്ടത്തിൽ വേണം. ഈ പത്നി സന്ധ്യാസമയത്ത് യാഗശാലയിൽ കാശ്യപമുനി യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദിതി അടുത്ത് ചെന്നിട്ട് പറയുന്നു, എനിക്കവിടെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാമദേവൻ വന്നിട്ട് വിക്രമ്യരംഭമിവ മദംഗജ. കാമദേവന്റെ വിക്രമ്യ പരാക്രമം. ഇത് മദഗജ മദയാന കദളീവനത്തില് കദളിവാഴയെ എന്ന പോലെ കാമദേവന്റെ കാമം എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഹേ ധന്യാത്മാവേ, ഹേ മഹാദേവ, എൻ്റെ ഈ കാമത്തിന് ശാന്തി വരുത്താനായി എന്നെ അനുഗ്രഹിച്ചാലും. നോക്കൂ, ഇതൊന്നും നിഷിദ്ധമല്ല ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ. ഈശ്വരനെ ആരും ഭയക്കരുത്. ഹൈന്ദവ സംസ്കൃതിയിൽ ഭയത്തിൻ്റെ തത്വസംഹിതകളില്ല. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗയ. ശ്രീശങ്കര ഭഗവത്പാദർ നമ്മളെ പഠിപ്പിക്കുന്നു, ഈശ്വരനും ഗുരുവും ആത്മാവും ഒന്ന്. ഈ അദ്വൈത വേദാന്തമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ യാഗശാലയാണ്. ധർമ്മപത്നി യാഗത്തിന് സഹായിക്കാൻ സന്ധ്യാനേരത്ത് വരേണ്ടതിന് പകരം സർവത്ര എല്ലാം വർജിക്കേണ്ട ഈ സന്ദർഭത്തിൽ നമ്മുടെ ചേച്ചി വന്നിട്ട്
ദീദി വന്നിട്ട് പറയുന്നു, എനിക്ക് എൻ്റെ ലൈംഗിക ശമനം ശാസ്ത്രീയമായി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന്. അത് വളരെ രസാവഹമാണ്. നമുക്ക് അതിന് നല്ലൊരു ശ്ലോകം പറയുന്നുണ്ട്. തൃതീയ സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം എന്താണ് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും ഇത് പഠിക്കണം. പ്രത്യേകിച്ച് ന്യൂജന്യനെ, പ്രത്യേകിച്ച് വരും തലമുറയെ, നമ്മളെ മക്കളെ ഈ സംസ്കാരം പഠിപ്പിക്കണം. ഇതാണ് ശ്രീമദ് ഭാഗവതം, ഇതാണ് സപ്താഹയജ്ഞം. അല്ലാതെ ആചാര്യന്മാർ കുറേ കഥയും പറഞ്ഞ് ഊണ് സപ്താഹം നടത്തി, സദ്യയും നടത്തി, ഏമ്പക്കവും നടത്തി, കുറ്റവും കുറവും പറഞ്ഞ് കുറേ പിരിപ്പിച്ച് കുറേ മുക്കി, അതൊന്നുമല്ല ഭാഗവതത്തിൽ. ആ കഥയൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ മോറൽ വാല്യൂസിന് വേണ്ടിയിട്ടാണ്. ആ വാല്യൂസുകൾ എന്താണ് എന്ന് മുത്തും പവിഴവുമാണ് 18,000 ശ്ലോകങ്ങളുടെ വേദവ്യാസ ഭഗവാൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ വിഭവസമൃദ്ധമായ സദ്യ. ഭർത്തരാപ്തോരുമാനാനാം ലോകാനാവിശതേയശാം പതിർഭവദ്യുധോയാസാം പ്രജയാ നനു ജായതേ, പ്രജയാ നനു ജായതേ. നമുക്കറിയാം, ധർമ്മ പത്നി യതോ അഭ്യുദയ നിശ്രേയസ്യ പ്രാപ്തി ഇതി ധർമ്മ. എന്താണോ ധരിക്കേണ്ടത് അതാണ് ധർമ്മം. തൂണിൻ്റെ ധർമ്മം എന്താണ്? കെട്ടിടങ്ങളെ താങ്ങി നിർത്തുക. ഈ പേനയുടെ ധർമ്മം എന്താണ്? എഴുതുമ്പോൾ അതിനകത്തുനിന്ന് വരിക. അങ്ങനെ ധർമ്മം പങ്കുവെച്ച് ആ ധർമ്മത്തിലൂടെ ധർമ്മം ശാസ്ത്രീയമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സന്തതികളെല്ലാം ഉണ്ടാകുക, സത്സന്തതികളുണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ്. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ ശംഭുവാധ്യായർ. അദ്ദേഹം ഈ ഭാഗവത ധർമ്മം ഉത്തമമായി എവം പരമ്പരാപ്രാപ്തം, പരമ്പരയായി പൈതൃകമായി എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ്, ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഉത്തമ സന്തതി ആയതുകൊണ്ടാണ് ഈ ഉത്തമമായ ശ്രീമദ് ഭാഗവത സംസ്കാരം നിങ്ങളിലെത്തിക്കാൻ എനിക്ക് സാധിക്കുന്നത്. ഇതുകൊണ്ട് നിങ്ങളും ഈ ഭാഗവത ഹൈന്ദവ സംസ്കൃതി പഠിക്കണം, അറിയണം, പഠിക്കണം. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്പരം യോഗ സംസിദ്ധ്യേ കാലേനാത്മനി വിന്ദ്യതേ. പഠിക്കാതെ പറ്റില്ല. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അനുഭൂതിയിലെത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനും സാധിപ്പിക്കും. അപ്പോൾ നമ്മളെ മക്കളെ ഈ സംസ്കൃതി പഠിപ്പിക്കണം. ഭർത്തരാപ്തോരുമാനാനാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഭർത്താവ് എല്ലാ രീതിയിലും ഭാര്യയെ പോഷിപ്പിക്കുന്നതിനാൽ ഭാര്യയുടെ കീർത്തി വർദ്ധിക്കുന്നു. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ഈ തിരുവിതാംകൂറിലൊക്കെ പറയും കെട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കയ്യും കാലും നമ്മൾ കെട്ടിയിട്ടു, വായിൽ നാക്കും കെട്ടിയിട്ടു എന്നും. അപ്പോൾ നമ്മളതങ്ങ് ചിന്തിക്കുമ്പോൾ അവൾ പറയും ഗെറ്റ് ഔട്ട് എന്ന്. അടുത്ത ഓട്ടോറിക്ഷക്കാരൻ്റെ കൂട്ടത്തിൽ ഠിം, 3500 ചേച്ചിമാരാണ് ഭർത്താവിനെയും മക്കളെയും വീടിനെയും കുടുംബവും പാരമ്പര്യവും സർവ്വതും ഉപേക്ഷിച്ച് ഓട്ടോറിക്ഷക്കാരുടെ കൂട്ടത്തിലും ഇവരുടെയും കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയത്. അപ്പോൾ കെട്ടലല്ല, ഭരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഭാര്യ പറയും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സൂട്ടബിൾ വേർഡ്സ്. അവർ പറയും, നമ്മളത് കേൾക്കേണ്ടി വരും. അപ്പോൾ അതല്ല ഇവിടെ ഭരിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി നമ്മുടെ രാഷ്ട്രത്തെ ഭരിച്ച് വികസിച്ച് പോഷിപ്പിച്ച് ലോകത്തിൻ്റെ വിശ്വഗുരുവായി ഭാരതാംബയെ ഉയർത്തി വളർത്തുന്നത് പോലെ ഭരിക്കലാണ് ഭാര്യ. അപ്പോൾ പതിർഭവദ്യുധോ ഭർത്താവ് ഭാര്യയിൽ
രണ്ടാമത് ജനിക്കുന്നതിനാൽ ആ മാതൃത്വത്തെ ഭർത്താവ് പൂജിക്കണം, മാനിക്കണം. ഇതാണ് ഭാഗവതം, ഇതാണ് ഭാഗവത സംസ്കൃതി. ഞാൻ ചോദിച്ചോട്ടെ, ഈ സംസ്കൃതി നമ്മളെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഡൈവേഴ്സ് ഉണ്ടാവുമോ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഹൈന്ദവ കുടുംബങ്ങളിൽ ഡൈവേഴ്സ് ഒരു ഫാഷനാണ്. എന്നാൽ ക്രിസ്തു മതത്തിൽ ഡൈവേഴ്സ് ഇല്ല, പള്ളി അത് അംഗീകരിക്കില്ല. നമ്മൾ കുടുംബത്തിൽ ഈ സംസ്കാരം നമ്മളെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമായിരിക്കും. ഭാര്യാഭർത്തൃബന്ധം പരമപൂജനീയമായി ഇവർ കൊണ്ടു നടക്കും. ഇത് പതിർഭവദ്യുതോ. രണ്ടാമത് നാം നമ്മളെ ഭാര്യയിലൂടെ പുനർജനിക്കുന്നു, നമ്മുടെ മകനായിട്ട് മകളായിട്ട്. മനസ്സിലായില്ല അല്ലേ? എൻ്റെ അച്ഛൻ കഴിച്ച സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, അരവണ, അമ്പലപ്പുഴ പാൽപ്പായസം, ഉണ്ണിയപ്പം മുതലായിരിക്കുന്ന ആഹാരങ്ങൾ കഴിച്ച് അഹം വൈശ്വാനര ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതം പ്രാണാപാന സമായുക്ത പചമ്യന്നം ചതുർവിധം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. അങ്ങനെ ഡൈജഷൻ നടന്നു. ആ ഡൈജഷൻ നടന്ന് ആ ഭക്ഷണങ്ങളൊക്കെ എന്തായി മാറി? ബ്ലഡായി മാറി. ആ അച്ഛൻ്റെ ശരീരത്തിലെ പ്രാണൻ ബ്ലഡുമായി സംയോജിച്ച് ആ കോസ്മിക് എനർജി സെമനാകുന്നു. ആ സെമൻ അച്ഛൻ തന്നെയാകുന്നു. ശ്രദ്ധിക്കണം, അച്ഛൻ തന്നെയാകുന്നു. ആ അച്ഛൻ്റെ ശരീരത്തിൽ ശ്രദ്ധിക്കണം, പിൻ ഹെഡും മോട്ടിലിറ്റിയും ടെയിലും ബോധവുമുള്ള, ശ്രദ്ധിക്കണം, സാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം ബോധവുമുള്ള, വേദങ്ങൾ മുഴുവൻ പറയുന്ന വാക്കാണ് ബോധം. ബോധവുമുള്ള ഈ സെമൻ അമ്മയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ബോധസ്വരൂപമായ ആ സെമൻ അതിൻ്റെ ടെയിലിട്ടടിക്കുന്നു. നീന്തി 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 യൂട്രസിനകത്തോട്ട് പോകുന്നു. ആര്? ഞാൻ. അപ്പോഴത്തേക്ക് അതാരാണ്? എൻ്റെ അച്ഛനാണ്. എൻ്റെ അമ്മയുടെ എഗ്ഗുമായി സംയോജിച്ച് അവിടെ നിന്നൊരു വികസന തത്വസംഹിത. ഇവിടെ സൃഷ്ടിയില്ല, ഹിന്ദുവിന് സൃഷ്ടിയില്ല. ആൾക്കാരെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. AI യുഗമാണ്, കമ്പ്യൂട്ടറൈസ്ഡ് യുഗമാണ്, അൾട്രാ മോഡേൺ സയൻസാണ്. പിന്നെ ബുദ്ധിക്കും യുക്തിക്കും അനുഭൂതി വരാവുന്ന രീതിയിൽ വളരെ അന്ധവിശ്വാസവും അനാചാരവും ഇല്ലാത്ത ഈ സംസ്കൃതിയിൽ വികസന തത്വ അസംബ്ലിങ് ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയും. അസംബ്ലിങ് ആൻഡ് എക്സ്പാൻഷൻ. സൃഷ്ടിയില്ല, ഒരു എനർജിയും സൃഷ്ടിക്കാൻ പറ്റില്ല. ഇത് കോസ്മിക് എനർജിയുടെ ചേഞ്ച് ആവുന്നു. അപ്പോൾ സ്വബോധത്തിൽ അവിടെ വികസിക്കുകയാണ് യൂട്രസിനകത്ത് ഞാൻ. സ്വന്തം ബോധത്തിൽ നഖം നഖത്തിൻ്റെ സ്ഥലത്ത് വരുന്നു, കണ്ണ് കണ്ണിൻ്റെ, ഹാർട്ടിൻ്റെ, മുടിയുടെ, എല്ലാം അതാത് സ്ഥലത്ത് സ്വയം വികസിക്കുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ വീണ്ടും ഞാനായി ജനിക്കുന്നു. ഇതാണ് പതിർഭവ ദ്യുതോ. ഇത് നല്ലൊരു രസമുണ്ട്. ഇതിന് തജ്ജായ ജായ ഭവതി യദസ്യാം ജായതേ പുനാ. 7000 വർഷങ്ങൾക്ക് മുന്നേ കൃഷ്ണ യജുർവേദത്തിൽ ഇത് കൃത്യമായി പറയുന്നത്. ഭർത്താവ് ഭാര്യയിൽ രണ്ടാമത് ജനിക്കുന്നതിനാൽ ഭാര്യയുടെ പേര് ജായ. നമ്മൾ സ്കൂളിൽ എഴുതി വയ്ക്കൂലേ ഭാര്യയുടെ പര്യായം ജായ എന്ന്. അപ്പോൾ ജായ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വേദപ്രമാണങ്ങളിൽ കൃത്യമായി പറയുന്നു. ഇതൊക്കെയല്ലേ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടത്. ഗൾഫ് സ്ട്രീം, മിശ്രണ പ്രവാഹവും ലാബ്രോ ശീതല പ്രവാഹവും യൂറോപ്പിൻ്റെ തീരത്ത് വെച്ച് സന്ധിക്കുന്നതിന് ഫലമായി യൂറോപ്പിൽ കനത്ത മൂടൽമഞ്ഞുണ്ടാകുന്നു എന്ന് ഞാൻ പഠിച്ചിട്ട് എനിക്കൊരു കാര്യവുമില്ല. മറിച്ച് ഇതാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ എൻ്റെ അച്ഛനാണ് ഞാൻ എന്ന സത്യസ്ഥിതി വേദപ്രമാണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഠിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആത്മനസ്ഥു കാമായ സർവം പ്രിയം ഭവതി. വേദങ്ങൾ പറയുന്നു
എനിക്കെന്നെ ഇഷ്ടമായിരിക്കും, എനിക്കെൻ്റെ അച്ഛനെ ഇഷ്ടമായിരിക്കും, എനിക്കെൻ്റെ അമ്മയെ ഇഷ്ടമായിരിക്കും. ഇത്രയേ ഉള്ളൂ. ഈ വേദസംസ്കൃതി മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് നമ്മുടെ മക്കൾ നമ്മളെ അഗതി മന്ദിരത്തിൽ കൊണ്ടുവിടില്ല, ഗുരുവായൂരിൽ കൊണ്ട് നട തള്ളില്ല, വിഷം തന്ന് നമ്മളെ കൊല്ലില്ല. അതുകൊണ്ട് ഈ സംസ്കാരം നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അപ്പം ഭാര്യയ്ക്ക് ഭർത്താവ് ഏറെ പ്രിയപ്പെട്ടത്, ഭർത്താവിന് ഭാര്യയിലൂടെ പുനർജന്മം ലഭിച്ചതിനാൽ ഭാര്യ ഏറെ പ്രിയപ്പെട്ടത്. അപ്പം ശ്രദ്ധിക്കണം, ഉത്തമ ദാമ്പത്യം അന്യം നിൽക്കുന്ന ഒരു സംസ്കാരമാണ്. എനിക്ക് എറണാകുളത്താണ് ബിസിനസ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എറണാകുളം റിനൈ മെഡി സിറ്റിയിൽ, അത് മജീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ കാണാൻ ഞാൻ ഇടയ്ക്ക് പോവും. അപ്പോൾ ഞാനവിടെ ഏറ്റവും കൂടുതൽ ദർശിച്ചത് ഈ വയസ്സായിട്ടുള്ള വൃദ്ധന്മാരെ അവരുടെ ഭാര്യമാർ കൈപിടിച്ച് സ്റ്റെപ്പ് കയറ്റുകയും ഹോസ്പിറ്റലിൽ കാണിക്കുകയും തിരിച്ചു കൊണ്ടുപോകുന്നതെന്ന്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കൾ രണ്ടുപേരുണ്ട്, രണ്ടുപേരും പുറത്താണ്, മക്കളൊക്കെ പുറത്താണ്. അപ്പോൾ പിന്നെ വീട്ടിലാരുണ്ട്? വേറെ 2 പട്ടിയുണ്ട്. അപ്പോൾ പുറത്തുള്ള പട്ടി അകത്തായി, അകത്തുള്ള മക്കൾ പുറത്തുമായി. അപ്പോൾ ഈ വൃദ്ധനെ കൊണ്ടുപോകുന്നത് വയസ്സിന് വ്യത്യാസമുള്ള ഭാര്യയാണ് കൈപിടിച്ച് കൊണ്ടുപോകുന്നത്. മനസ്സിലാക്കുക, ജീവിതത്തിൽ അന്ത്യനിമിഷം വരെ നാം കൊണ്ടു നടക്കണം. നമ്മുടെ ശരീരം പോലെ കൊണ്ടു നടക്കേണ്ടതാണ് ഈശ്വരീയമായ ഒരു ദാമ്പത്യം എന്ന സത്യം നമ്മൾ പഠിക്കണം. നമ്മളെ മക്കളെ ഇത് പഠിപ്പിക്കണം, വരും തലമുറയെ ഇത് പഠിപ്പിക്കണം. പവിത്രവും പരിപാവനവും ഈശ്വരീയവുമായ ദാമ്പത്യം. എന്നിട്ട് അവരോടും മറ്റ് മതസ്ഥരോടും, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളിലുള്ളവരോടും, അതിലും വിശേഷിച്ച് ഇസ്ലാം മതസ്ഥരോടും പറയണം, എൻ്റെ സംസ്കൃതി, എൻ്റെ ഹിന്ദുമതം, എൻ്റെ ഹിന്ദു സംസ്കൃതി, എൻ്റെ വൈദിക സംസ്കൃതി ഇതെന്നെ പഠിപ്പിക്കുന്നു. എന്ത്? ഉമാമഹേശ്വരൻ പാർവതിയാണ് മുമ്പിൽ, പരമേശ്വരൻ പിറകിലാണ്. ലക്ഷ്മി നൃസിംഹം ഭജേ, ലക്ഷ്മിയാണ് മുമ്പിൽ, നൃസിംഹം പോലും പിറകിലാണ്. സീതാപതി രാമൻ, സീതയുടെ പതിയാണ് രാമൻ. രാമൻ്റെ ഭാര്യയാണ് സീത എന്നുള്ളതൊന്നുമല്ല എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. സീതാപതിയാണ് രാമൻ. പിന്നെ തിരുവല്ലക്കാർക്കൊക്കെ അറിയാം, അത് ശ്രീവല്ലഭൻ, ശ്രീയുടെ വല്ലഭനാണ്. നമുക്കറിയാം സിദ്ധി ബുദ്ധി പ്രദാ, സിദ്ധിയുടെയും ബുദ്ധിയുടെയും ഭർത്താവാണ് ഗണപതി. നമുക്കറിയാം പൂർണ്ണ പുഷ്കലാംബസമേത ശ്രീ ഹരിഹരപുത്രോ സ്വാമിയേ ശരണം, പൂർണ്ണയുടെയും പുഷ്കലയുടെയും ഭർത്താവാണ്. അപ്പോൾ നമുക്കറിയാം മഹാലക്ഷ്മിയുടെയും ഭൂമിദേവിയുടെയും ഭർത്താവാണ് എല്ലാ ലക്ഷണങ്ങളും ഒത്ത മഹാവിഷ്ണു. ശ്രദ്ധിക്കണം, ആർദ്ദോഹവായേഷ ആത്മനോയ പത്നിം, അർദ്ധോഹവായേഷ ആത്മനോയ പത്നിം. ഇതാണ് പത്നി. അർദ്ധോ 50%, 50% അർദ്ധനാരീശ്വര സങ്കല്പമാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിക്ക് മാനവരാശിയുടെ മുന്നിൽ വെക്കാനുള്ളത്. ഇതാണ് എൻ്റെ വിഷനും മിഷനും. എന്ത്? അർദ്ധനാരീശ്വര സങ്കല്പം, അർദ്ധനാരീശ്വര സങ്കല്പം. അപ്പം 50% സ്ത്രീയും 50% പുരുഷനും. ഇതാണ് വൈദ്യ അർദ്ധോഹവ യേഷ ആത്മനോയ. അപ്പോൾ പതനത്തിൽ നിന്നും കൈപിടിച്ചുയർത്തുന്നവൾ എന്നുള്ളതാണ് പത്നി എന്നുള്ളത്. പതനം എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള പത്നി. ഇതാണ് ഈ നമ്പൂതിരിമാരുടെ വേളിക്ക് നമ്മൾ കാണും പാണിഗ്രഹണം എന്ന് പറയും. പാണിഗ്രഹണം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി കൈ ഇങ്ങനെ താമര മുട്ടുപോലെ പിടിക്കും. അന്നേരം ആ കല്യാണ ചെറുക്കം വന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കും. ഇതാണ് പാണിഗ്രഹണം. കൈ പിടിച്ചുയർത്തുകയാണ്. തളരരുത്, തകരരുത്. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്റെ ജീവിതത്തെ ഉയർത്താൻ നിന്നെ ഞാൻ കൂട്ടിനുണ്ട്.
എൻ്റെ ജീവിതമുത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും സർഗാത്മകതയ്ക്കും സർവ പുരോഗതിക്കും നീ എനിക്ക് കൂട്ടുണ്ടാകണം എന്ന് പരസ്പരം പബ്ലിക്കായിട്ട് ജനങ്ങളെ സാക്ഷി നിർത്തിയായി അഗ്നിസാക്ഷിയാക്കി ദേവീദേവന്മാരുടെ അനുഗ്രഹത്തോടുകൂടി അവിടെ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളുടെ പേരാണ് ബ്രഹ്മം എന്ന്. ബ്രഹ്മത്തിൻ്റെ പ്രതീകമായി ഒരു ബ്രാഹ്മണനെ ഇരുത്തിക്കൊണ്ട് രണ്ട് അച്ഛനെയും അമ്മയെയും രണ്ട് ഭാഗത്തുമുള്ള സ്ത്രീയുടെയും പുരുഷൻ്റെയും അച്ഛനെയും അമ്മയുടെയും മുന്നിലൂടെ യദ്യദാചരതി ശ്രേഷ്ഠ തത്ര ദേവോ സദോജയ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ആചാര്യനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്. ഒരു വാദ്യാരും ഉണ്ടാവും ആചാര്യനായിട്ട്. ഈ സംസ്കാരത്തിൻ്റെ മധുരമായ ഈ സംസ്കാരം നമ്മളിൽ നിന്നും അന്യമാകരുത്. ഇത് പിടിച്ചു നിർത്തണം. ഞാനും നിങ്ങളും അടങ്ങുന്ന ഹൈന്ദവ സംസ്കൃതിയുടെ ഡ്യൂട്ടിയാണ്. മധുരമാണ്, ശ്രേഷ്ഠതരമാണ്. സമയമില്ല എങ്കിലും പറയുകയാണ്, ശ്രീ മഹാഭാരതം ലോകത്തിലെ ഇതുപോലൊരു സബ്ജക്റ്റ് വ്യാസോച്ഛിഷ്ടം ജഗത്സർവം. അതിൽ വേദവ്യാസം പറയുന്നു, ഭർത്താമേ പരമം ദേവം പതി ശുശ്രൂഷയാം ധർമ്മം യസ് സമേ ദ്യോതേ ദ്വിജ. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ പതി ശുശ്രൂഷയാം ധർമ്മം. ഭർത്താവിനെ സമസ്ത രീതിയിലും ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക. ഇതാണ് ഭാര്യയുടെ ധർമ്മം. ഭർത്താവേ പരമം ദേവം. അമ്പലത്തിൽ പോയിട്ട് വഴിപാടുകൾ കഴിച്ചോളൂ. ഗുരുവായൂർ അമ്പലത്തിൽ പോയി കൃഷ്ണ കൃഷ്ണ പറഞ്ഞ് ദർശനം നടത്തിക്കോളൂ. പക്ഷേ അപ്പോഴൊക്കെ ഒരു ബോധം വേണം, എൻ്റെ ഭർത്താവാണ് എനിക്ക് കൃഷ്ണൻ, എൻ്റെ ഭർത്താവാണ് എൻ്റെ പരമേശ്വരൻ, എൻ്റെ ഭർത്താവാണ് മുരുകൻ, എൻ്റെ ഭർത്താവാണ് ജഗദീശ്വരൻ എന്ന ബോധം വേണം. എൻ്റെ ഭാര്യയാണ് മഹാലക്ഷ്മി, സർവസമ്പത്തിനും അധിപതിയായ മഹാലക്ഷ്മിയാണ് എൻ്റെ ഭാര്യ. ചൊറ്റാനിക്കരമ്മയാണ് എൻ്റെ ഭാര്യ, കൊടുങ്ങല്ലൂരമ്മയാണ് എൻ്റെ ഭാര്യ, ആറ്റുകാലമ്മയാണ്, ആ ദേവി ചൈതന്യമാണ്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. എല്ലാ ചരാചരങ്ങളിലും എൻ്റെ ഭാര്യയിലും മാതൃത്വമായി കുട്ടിക്കൊള്ളുന്ന ചൈതന്യത്തിൻ്റെ പേരാണ് ദുർഗ. ഇതല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഇതല്ലേ നമ്മളെ പഠിപ്പിക്കേണ്ടത് മക്കളെ? നിങ്ങളവരെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചോ, എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചോ, ഡോക്ടർ പഠിപ്പിച്ചോ, IAS പഠിപ്പിച്ചോ, IPS പഠിപ്പിച്ചോ, IFC എന്ത് വേണമെങ്കിലും പഠിപ്പിച്ചോ. ഒപ്പം സനാതനമായ സദാ നൂതനമായ ഒരിക്കലും തകരാത്ത എൻ്റെ ഈ സംസ്കൃതിയും കൂടെ പഠിപ്പിക്കണം. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഏതായാലും ശരി, 10-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറഞ്ഞുകൂടെ, മൃത്യു സർവഹരശ്ചാം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തിശ്രീർവാച്ച നാരീണാം സ്മൃതിർ മേധ നിർധൃതി ക്ഷമാ. മൃത്യു സർവഹരശ്ച, പ്രപഞ്ചത്തിൻ്റെ സർവത്തിൻ്റെയും മൃത്യു ഞാനാണ്. ബീജം മാം സർവഭൂതാനാം, പ്രപഞ്ചത്തിൻ്റെ സർവബീജവും ഞാനാണ്. ഇനി കീർത്തിശ്രീ, സ്ത്രീ, അവിടെ ഭഗവാൻ എടുത്തു പറയുകയാണ്, സ്ത്രീകളുടെ ആ സൗന്ദര്യം ഞാനാണ്, സ്ത്രീകളുടെ വിദ്യ ഞാനാണ്, സ്ത്രീകളുടെ സ്മൃതി ഓർമ്മശക്തി ഞാനാണ്, സ്മൃതി മേധ അതിബുദ്ധിമതിയാണ് ഭാര്യ, പെൺബുദ്ധി പിൻബുദ്ധി. ഇവിടെയാണ് തെറ്റുപറ്റുന്നത്. മുൻബുദ്ധി. കാരണം ശ്രീ മണികണ്ഠൻ, ശ്രീമതി സരസ്വതി എന്നല്ലേ എഴുതുക. അപ്പോൾ ഐശ്വര്യവും സമ്പത്തും ബുദ്ധിയും ഉള്ളവളെന്ന് ഭഗവത്ഗീത ശാസ്ത്രമാണ് ഞാനിത് പറയുന്നത്. വാക്ചർ. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോ വോയിസിൽ മധുരതരമായി ശബ്ദം ചുരുക്കി ഭർത്താവിനോടുള്ള സ്നേഹമസൃതമായ പെരുമാറ്റം. അപ്പോഴും നമ്മളെന്താവും? ഫ്ലാറ്റ് ആവും. ഈ ബോധം നമുക്ക് വേണം. അപ്പോൾ H2O പോലെ 2 മോളിക്യൂൾ ഹൈഡ്രജനും 1 മോളിക്യൂൾ ഓക്സിജനും കൂടുമ്പോൾ H2O വെള്ളമുണ്ടാകുന്നത് പോലെ ജീവജലമാകുന്നു കുടുംബ ബന്ധങ്ങൾ എന്നുള്ളതാണ് ഭാഗവതത്തിന് പറയാനുള്ളത്. ഞാനിത് പറയുന്നത് ഭാഗവതമാണ്, അല്ലാണ്ട് കവലപ്രസംഗം നടത്തുകയല്ല ചെയ്യുന്നത്. ഭാഗവതം എടുക്കുക, നോക്കുക, പഠിക്കുക. അപ്പോൾ ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിലെ വിഭൂതി യോഗത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ ഈ സർവ സദ്ഗുണങ്ങളുടെയും ഇക്കില്ലമാണ് സ്ത്രീ സമൂഹം എന്ന് തിരിച്ചറിയണം, പഠിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ഭഗവത്ഗീത പഠിക്കണം. നമ്മളെ മക്കളെ
പഠിപ്പിക്കണം. എത്ര നാരീസ്തു പൂജ്യന്തേ തത്ര സർവ്വദേവീദേവ സാന്നിധ്യവും അവിടെ വരും എന്നുള്ളതാണ് ശ്രീ മഹാഭാരതം പറയുന്നത്. അതുകൊണ്ട് നമ്മളെ പെൺമക്കളെ പഠിപ്പിക്കണം, നന്നായിട്ട് പഠിപ്പിക്കണം, എല്ലാവരെ പഠിപ്പിക്കണം. ഒപ്പം ഈ ഭാഗവതവും ഈ ഭഗവത്ഗീതയും പഠിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ജീവിതം കൊണ്ടു നടക്കണം എന്നുള്ളതാണ് ഈ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രം നമ്മളെ മക്കളെ പഠിപ്പിക്കണം, പ്രത്യേകിച്ച് പെൺമക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. അതിന് ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് എഴുതണം. നമ്മളെ മക്കൾക്കും മരുമക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇത് അയച്ചു കൊടുത്ത് അവരുടെയും നിങ്ങളുടെയും എൻ്റെയും സമസ്ത ജീവജാലങ്ങളുടെയും ജീവിതം സന്തോഷകരമായി അനന്തകരമായി കൊണ്ടു നടക്കാൻ ജഗതീശ്വരനായ പരമേശ്വരനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിഴനാളുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.